ചെയ്യാൻ പോവാണ്. ഒരു ബിസി ആയിട്ടുള്ള ഡേ ഇൻ മൈ ലൈഫ്. നമ്മള് ഫുഡൊന്നും കഴിച്ചിട്ടില്ല മോർണിംഗില്. അപ്പൊ ഇന്ന് നമ്മളെ മെയിൻ ഉദ്ദേശം എന്താ വെച്ചാൽ, എന്റെ മെയിൻ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ നല്ല ഫുഡ് സ്പോട്ട് കണ്ടെത്താന്നാണ്. എന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാല് നമുക്ക് 2 ഷൂട്ട് ഉണ്ട് ഇന്ന്. കാലിക്കറ്റ് ആണ്. അപ്പൊ നമ്മള് നേരെ എണീറ്റ് പെട്ടെന്ന് മോളൊക്കെ എടുത്തിട്ട് ഇനി ഷൂട്ടിന് പോവാണ്. രണ്ടും എങ്ങനെയെങ്കിലും പെട്ടെന്ന് തീർക്കണം. അപ്പൊ ബൈ ബൈ ലെറ്റ്സ് സീ. പറയാം, കുട്ടികൾ നമ്മൾ എന്താ ചെയ്യുന്നത് അത് അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുമെന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളിപ്പോൾ വണ്ടിയിൽ പാട്ടിട്ട് കുറച്ച് ടൈം ആയതുകൊണ്ട് തന്നെ അവൾ അത് പഠിച്ചെടുത്തപ്പോൾ അത് അതിൻ്റെ കൂടെ പാടുകയാണ്. പക്ഷെ കോപ്പിറൈറ്റ് ഉള്ള കാരണം നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് പാട്ട് കേൾക്കുക, അതുപോലെ തന്നെ ഡാൻസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ നല്ല ഇഷ്ടമാണ്. നമ്മൾ വർക്ക് ലൊക്കേഷനിൽ എത്താൻ വേണ്ടിയിട്ട് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിക്കാനായിട്ട് കയറി. താരാസ് ബീച്ച് റോഡിലുള്ള താരാസിലാണ് നമ്മൾ കയറിയത്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് അപ്പം മുട്ടക്കറിയും പിന്നെ പൊറോട്ടയും മീൻ കറിയായിട്ട് എടുത്തത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ അത്യാവശ്യം കഴിച്ചു. അവിടെ പാത്തുവിനെ അടക്കിയിരുത്താനായിട്ട് നമുക്ക് ഇരിക്കാനേയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആള് കുറച്ചു നേരം അടങ്ങിയിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമുക്ക് വർക്കുള്ളത് ബീച്ച് റോഡിൽ ഇറ്റ്മോസ്ഫിയർ എന്ന് പറഞ്ഞൊരു കഫേയിൽ വെച്ചിട്ടാണ്. പിന്നെ നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. നല്ല കിഡിലും ബീച്ച് വ്യൂ കിട്ടുന്ന ഒരു കഫേ ഉണ്ടോ ഇറ്റ്മോസ്ഫിയർ. അവരുടെ ടോട്ടൽ കഫേ ആംബിയൻസ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പാത്തു അവിടെ എത്തിയ പാടെ കുറേ നേരം അവിടെ ഇവിടെ ഓടി കളിച്ചൊക്കെ നടന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആള് കുറച്ചൊന്ന് ക്ഷീണിച്ചു. എന്നാലും ആൾ ഒരുപാട് നമ്മളോടത്ത് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കഫേന്ന് കണ്ടിട്ടുള്ള ഒരു സീനാണിത്. ഒരു ലോറിയിൽ കുറേ ഡ്രംസ് ആയിട്ട് ആളുകൾ വന്നിട്ട് ഇതിൽ ഫുള്ള് വെള്ളം കെട്ടിയിട്ട് ലോഡ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇത് എന്തിനാന്നുള്ളത് ആർക്കെങ്കിലും അറിയോ? അങ്ങനെ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ. ഇതായത് കണ്ടില്ലേ, ഇതുപോലെ ഒരുപാട് ഡ്രംസിൽ കയറിയിട്ട് ഇത് വെള്ളം നിറച്ചിട്ട് തിരിച്ച് ഉരുട്ടി ലോറിയിൽ ലോഡ് ചെയ്ത് കൊണ്ടുപോവുക ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഷൂട്ടിൻ്റെ ഇടയിൽ ബിസി ആയപ്പോൾ മോളെയും കൊണ്ട് ഇക്ക പുറത്ത് പോയി കുറച്ച് സ്നാക്സ് എന്തെങ്കിലും വാങ്ങി കൊടുക്കാനായിട്ട് അവർ രണ്ടുപേരും കൂടെ പുറത്തു പോയി. ഉണ്ടാവും. നമ്മൾ ഈ വർക്ക് എന്ന് പറയുന്നത് മുൻസ് മോഡസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിനുള്ള ഒരു മോഡലിംഗ് ആയിരുന്നു. അവർ ലേഡീസിനുള്ള മോഡസ്റ്റ് വെയേഴ്സ്, അതായത് ഫുൾ സ്ലീവിൽ ലോ സ്ലീവിൽ പോക്കറ്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള മോഡസ്റ്റ് കുർത്തീസ് ഒക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അപ്പോൾ അവരുടെയാണ് നമ്മൾ ഇന്നത്തെ ഫസ്റ്റ് വർക്ക്. ഐഡിയാസ്. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഷൂട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് ഷൂട്ട് ഉണ്ട്. ഇതിനു മുന്നേ നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിക്കാനായിട്ട് നമുക്ക് എങ്ങോട്ട് പോകാം? നമ്മൾ ചന്ദ്രേട്ടൻ്റെ ചായക്കടയ്ക്ക് പോകണം. അവിടെ നല്ല നാടൻ വിഭവങ്ങളുണ്ട്. അവിടുത്തെ വീഡിയോസ് കാണുമ്പോൾ തന്നെ ഞങ്ങൾ കുറേ അപ്പൊ നമുക്ക് ചന്ദ്രേട്ടന്റെ ചായക്കടയിൽ പോകാം. അങ്ങനെ കോണോട്ട് നിന്ന് ലെഫ്റ്റിലേക്ക് കയറിയിട്ടുള്ള റൂട്ടിലാണ് നമ്മൾ ചന്ദ്രേട്ടന്റെ ചായക്കട വരുന്നത്. നമ്മൾ ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ അവൈലബിൾ ആണ്. അതല്ല, അവിടെ ചെന്നാലും നമുക്ക് എല്ലാ ഭാഗത്തും കറക്റ്റ് സൈൻ ബോർഡ്സ് കാണാം. അതുപോലെ തന്നെ വിശാലമായിട്ടുള്ള പാർക്കിങ്ങും അവൈലബിൾ ആണ്. അവിടുന്ന് കുറച്ച് നമ്മൾ പാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഇടവഴിയിലൂടെ വേണം നമുക്ക് ഒന്ന് നടന്നു പോകാനായിട്ട്. ചിലപ്പോൾ 2 വീലേഴ്സ് ഒക്കെ നമുക്ക് ആ ഒരു വഴി കയറാൻ പറ്റും. നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ല, കുറേ ആളുകൾ വരും പോവും ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനൊരു ഇടവഴിയിലൂടെ പോകണം. ഏകദേശം എല്ലാവരും പോയിട്ടുണ്ടാവും ചായക്കടയ്ക്ക്. ഇതാണ് ഗൈസ് ചന്ദ്രേട്ടൻ്റെ ചായക്കട. നമ്മളപ്പോൾ 2 മീൽസ് ആണ് പറഞ്ഞിട്ടുള്ളത്. മീൽസിൽ തന്നെ 3 തരം കറികളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കൂട്ടാനുകളുണ്ട്. ഇതിന് പുറമെ നമ്മൾ മീനായിട്ട് ആവോലി, ഒരു ചെറിയ ആവോലി പൊരിച്ചതും അതുപോലെ തന്നെ കൂന്തളുമാണ് എടുത്തിട്ടുള്ളത്. എന്താണ് അയ്യോ മച്ചാന ടേസ്റ്റ് ഉണ്ടോ?
ആരാ കാര്യാക്കിയത്? ഞാനല്ല. നമ്മൾ എത്തിയ സമയം ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ അവരുടെ മെയിൻ കിച്ചണൊക്കെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അത് ബാക്കിലെ ചെറിയൊരു കിച്ചണാണ്. അവരുടെ ലാസ്റ്റത്തെ ഒരു സെഷനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എപ്പോൾ വന്നാലാണ് നമുക്ക് കറക്റ്റ് ഒരുവിധം എല്ലാ ഫുഡും കിട്ടും. ഇപ്പം നമ്മൾ വന്നപ്പോൾ ഏകദേശം തീരാനായിട്ടുണ്ട്. ഇവിടെ തീരാനായിട്ട് കുറച്ച് തിരക്ക് കൂടുതലായിട്ടാണ്. ഇവിടെ 1 മണി 2 മണിനുള്ളിൽ കണ്ടാൽ എല്ലാ ഭക്ഷണം കിട്ടില്ല. ചോറാ കിട്ടും. 12 ശേഷം ചോറാ ഉണ്ടാകുക. രാവിലെ 8:30 9 മണി 10 മണി 11 മണിക്കൊക്കെ നല്ല ഭക്ഷണം ഉണ്ടാവും. അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ചോറിന്റെ അതിലേക്ക് ഓക്കെ. നമ്മളെ പത്തലൊക്കെ കിട്ടുക രാവിലെ, കട്ടിപ്പത്തിരിയൊക്കെ കിട്ടുക രാവിലെ 8 മണി 9 മണി 10 മണിക്കൊക്കെ അങ്ങനത്തെ ഭക്ഷണങ്ങളാണ്. 11 മണിക്കൊക്കെ. എത്ര മണിക്കാ സ്റ്റാർട്ടിങ്? 6:30. സ്റ്റാർട്ടിങ് ഒരു 8:30 ആവും. 8:30 സ്റ്റാർട്ട് ചെയ്യും. 8:30 9 മണിന്റെ അടുത്താവും സ്റ്റാർട്ടിങ്. അപ്പോഴേക്കെ സാധനമൊക്കെ ആവുള്ളൂ. 3 മണി 4 മണി ആകുമ്പോഴത്തേനും ക്ലോസ് ചെയ്യും. 3 മണി 4 മണി ആകുമ്പോഴേ ക്ലോസ് ചെയ്യും. 3:30 വരെ കണ്ടാവും. നിങ്ങളെ പേരെന്തേനു? രവീന്ദ്രൻ. കാരന്തൂര്. ഓക്കെ, ശരി എന്നാല്. ഓക്കെ, താങ്ക് യു. ഫുഡ് നല്ലൊരു ഫുഡായിരുന്നു. നമുക്ക് നല്ല ഇഷ്ടമായി. അതായത് നമ്മളെ ഫിഷിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ നല്ല മസാലയാണ്. അതിന്റെ മസാലയാണ് നല്ല അടിപൊളി. പിന്നൊരു ഫിഷിൻ്റെതായിട്ടുള്ളൊരു റേറ്റ്, അല്ലാതെ ഓവർ പ്രൈസ്ഡും അല്ല എന്നാ കുറവുമല്ല. പക്ഷെ നമുക്കൊരു പ്രശ്നം എന്താ വെച്ചാൽ പറഞ്ഞ പോലെ നമ്മൾ വന്ന ടൈം ഒരു സുഖമില്ലായിരുന്നു. അതുകൊണ്ട് കുറേ ഐറ്റംസ് കഴിഞ്ഞിട്ടുണ്ട്. ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് ഐറ്റംസ് മാത്രമേ എടുക്കാൻ പറ്റും. ആവോലി, അങ്ങനത്തെ നോർമൽ ഡിഷുകളാണ്. ഇപ്പൊ ഒരു ചിക്കൻ്റെ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട്, അതൊന്നും നമുക്ക് കിട്ടിയില്ല. മീൻമുട്ടൊന്നും കിട്ടിയില്ല, ഒക്കെ കഴിഞ്ഞു പോയി. അപ്പൊ എന്നാലും കൾച്ചറൽ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു. പാത്ത് മോരേറി കൂട്ടിയാണ്ട് കുറേ ഫുഡ് കഴിച്ചു അല്ലേ? ഞങ്ങൾ ഡ്രസ്സൊക്കെ മോരേറി കൊണ്ട് നിറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരിയായി അല്ലേ? ഒരു ഫ്ലൈ കിസ് ഇട്ടു. അപ്പൊ ഇനി നമ്മള് അടുത്ത ലൊക്കേഷനിൽ പോവാണ്. അടുത്ത ഷൂട്ട് ഉണ്ട്, അതിനുവേണ്ടി പോവാണ്. നമുക്ക് ഇനി അടുത്ത ലൊക്കേഷനിൽ പോകാനും വേണ്ടിയിട്ട് അതിനാനും കൂടെ വരണം. അപ്പോൾ അവനെ വെയിറ്റ് ചെയ്യണ വരെ നമ്മൾ ഇപ്പോൾ മാളിൽ കയറിയിരിക്കുകയാണ്. ഗോകുലത്തിൽ കയറി അതിനൊന്ന് രസിപ്പിക്കട്ടെ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു അബായ ഷോപ്പായിരുന്നു. നമ്മളെ ബീച്ച് റോഡിലുള്ള നെഹദിമന്തിൻ്റെ ഓപ്പോസിറ്റുള്ള ഗോൾഡൻ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അബായ ഷോപ്പാണ്. പ്രീമിയം ആൻഡ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല കളക്ഷൻ ഓഫ് അബായസും അവിടെ അവൈലബിൾ ആണ്. അങ്ങനെ അവരുടെ ഒരുപാട് കളക്ഷൻസ് അതുപോലെ ഷോപ്പിൻ്റെ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ 2 ഷൂട്ടും കഴിഞ്ഞു. ആകെ ക്ഷീണിച്ചിരിക്കുകയാണ്. 2 ആളും 2 വഴിക്കായിടാം. ഭാഗത്ത് നല്ല ഉറക്കമായി. ഇപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് വന്നതാണ് അതിനെ പിക്ക് ചെയ്യാനായിട്ട്. നേരെ എന്തെങ്കിലും കഴിക്കുക, വിശക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് എന്തെങ്കിലും, നമ്മളെ കാക്ക ഇവിടെ വർക്കൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. അങ്ങനെ നമ്മൾ ബീച്ചിൽ നിന്ന് ചെറുതായി സ്നാക്സൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി പുളിക്കല്ലേ നമ്മൾ പുതിയൊരു റെസ്റ്റോറൻറ്റ്, കിങ്സ് റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ ഇന്നത്തെ ഡിന്നർ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സ്വീറ്റ് കോൺ സൂപ്പ് പറഞ്ഞു. പിന്നെ നമ്മൾ മെയിൻ കോഴ്സായിട്ട് ചിക്കൻ നൂഡിൽസും പിന്നെ ഡ്രാഗൺ അൽഫാമും പിന്നെ അതിൻ്റെ കോമ്പിനേഷൻ റൈസും കൂടിയാണ് നമ്മൾ പറഞ്ഞത്. സൂപ്പിലുള്ള മാത്രം കഴിക്കണം. ഇപ്പോഴേക്കും തിന്നണമെന്നാണ്. അപ്പൊ നമ്മള് ഫുഡ് കഴിച്ചു. ഫുഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫുഡ് കുഴപ്പമില്ല, നല്ല ഫുഡ്. എനിക്ക് ഇഷ്ടമായോ? എനിക്ക് എന്താ അതിന്റെ പേരെന്തേനുള്ള പോലെ പറഞ്ഞു. അതിന്റെ പേരെന്തേനു? ഡ്രാഗൺ അൽഫാം. അത് അവിടുത്തെ ഒരു സ്പെഷ്യലാന്ന് പറഞ്ഞു. എനിക്ക് അത്ര പറ്റിയിട്ടൊന്നുമില്ല. അതൊന്നുമില്ല. അതെന്താ വെച്ചാല് നോർമൽ അൽഫാമിന്റെ മേലെ നമ്മള് ഡ്രാഗൺ ചിക്കന്റെ മസാല ഉണ്ടല്ലോ, ആ ഒരു ക്യാപ്സിക്കം ഇതൊക്കെ ഇട്ടിട്ട് ഒരു ചൈനീസ് ആ ഒരു സാധനം ഇട്ടത്. അതായത് ഒരു ഡ്രാഗൺ ചിക്കന്റെ ഷോ തന്നെ ഒരു അൽഫാം പോലത്തെ പീസാണെന്നേ ഉള്ളൂ. ആ ഒരു ഡിഫറൻസേ ഉള്ളൂ. കുഴപ്പമില്ല. അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ അവിടുത്തെ മെയിൻ അത് ഏറ്റവും രസമുള്ള ഡിഷ് ഏതാന്നുള്ളത് നമുക്കറിയില്ലല്ലോ. നമ്മളെടുത്തത് ഇതായിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ അത് ഏതായാലും കഴിച്ച് നമ്മളിതാ തിരിച്ചു പോവാണ്. എനിക്ക് നല്ല ഉറക്കമുണ്ട്, നല്ല
അതുകൊണ്ടാണ് നല്ല ഉറക്കണത്. ഇവിടെ എടുത്ത് കിടന്ന് അലമ്പാക്കുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. അപ്പൊ എല്ലാവർക്കും വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരു ബിസി ഡേ ഇൻ മൈ ലൈഫ് ആണ്. നമ്മൾ നോർമൽ ഡേ ഇങ്ങനെയൊന്നും ആവില്ല. എന്നും അങ്ങനെ ഒന്നല്ല, പേര് മേപ്പെട്ടൊക്കെ നോക്കിയിരിക്കലാണ്. കുറച്ച് വല്ലാത്തൊരു ഡേ ആയിരുന്നു. മാഷാ അല്ലാ. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ ബൈ, സീ യു വീഡിയോ.